118 സങ്കീർത്തനം 25 വാക്യത്തിനകത്ത് ഭക്തൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എബ്രായ ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അന യാവേ ഹുഷിയാന, യഹോവേ ഞങ്ങൾ ഇപ്പോൾ രക്ഷിക്കണമേ. വളരെ സീരിയസ് ആയ ഒരു പ്രാർത്ഥനയാണ്. അതൊരു വെറും പ്രാർത്ഥനയല്ല, ഒരു ഡിക്ലറേഷൻ അല്ല. ദൈവത്തോട് വളരെ ശക്തമായി സീരിയസ്നെസ്സിലൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുവാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരു ഉദാഹരണം പറയാം. വെള്ളത്തിൽ മുങ്ങി താഴുന്നവൻ അവനെ രക്ഷിക്കേണ്ടത് എപ്പോഴെങ്കിലുമല്ല, ആ സമയത്താണ് അവന് രക്ഷ വേണ്ടത്. അതാണ് ആ പ്രാർത്ഥനയുടെ ശരിക്കുള്ള അർത്ഥം. യഹോവേ, ഞങ്ങൾ ഇപ്പോൾ രക്ഷിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയാണ് ആ ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. അവൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തേനീച്ച പോലെ അവന് വളഞ്ഞവർ മുൾത്തി പോലെ കെട്ടുപോയി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. യാവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ യഹോവേ, ആന യാവേ ഹോഷിയാന, ഞങ്ങൾ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ കയങ്ങളിൽ മുങ്ങിത്താഴുന്നു എന്ന് തോന്നുമ്പോൾ, പ്രതിസന്ധികളിൽ മുങ്ങിത്താഴുന്നു എന്ന് തോന്നുമ്പോൾ, അങ്ങനെ തോന്നുന്നവർക്ക് പ്രാർത്ഥിക്കുവാൻ, ആ നിമിഷം തന്നെ ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ, ആ നിമിഷം തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും രക്ഷയും വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ തിരുവചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് ആന യാവേ ഹോഷിയാന, ഞങ്ങൾ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ. തേനീച്ച പോലെ നമ്മളെ വളയുന്ന പ്രതിസന്ധികൾ, മുൾത്തി പോലെ കെട്ടുപോകുന്ന അതേ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നമുക്ക് ചേർന്ന് ദൈവത്തോട് പറയാം: അന യാവേ ഹോഷിയാന.